അധ്വാനിക്കുന്നവരെ, നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് അധ്വാനിക്കുന്നവരെ, നിങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ട് അധ്വാനിച്ചാൽ ഉത്ഭവപാപം പോകുമോ? ഉത്ഭവപാപം പോകുമോ? ഒരിക്കലുമില്ല. എന്നാൽ ഫരിസേയരും നിയമജ്ഞരും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ ഈ കൽപ്പന കർക്കശമായിട്ട് പാലിക്കുകയാണെങ്കിൽ നിങ്ങൾ നീതീകരിക്കപ്പെടും. ഈ കൽപ്പന 10 കൽപ്പനകളും കർക്കശമായിട്ട് പാലിക്കുകയാവുമ്പോൾ നിങ്ങൾ നീതീകരിക്കപ്പെടും എങ്കിൽ പിന്നെ കർത്താവ് ഈശോ മിശിഹ എന്താ ചെയ്യുക? കർത്താവ് ഈശോ മിശിഹ എന്താ ചെയ്യുക? അപ്പം അങ്ങനെ അവർ വാശി പിടിക്കുമ്പോൾ കർത്താവ് ഈശോ മിശിഹായെക്കുറിച്ച് അവർ പരിഗണിക്കുന്നേയില്ല. കർത്താവ് ഈശോ മിശിഹ എന്ത് ചെയ്തു എന്ന് അവർ മനസ്സിലാക്കുന്നുമില്ല. മിശിഹ വന്നത് പാപത്തിന് പരിഹാരം ചെയ്യാനാണെന്നുള്ള രഹസ്യം അവർ ചിന്തിക്കുന്നില്ല. അവർക്ക് മിശിഹായെ പരിഗണിക്കുന്നില്ല. ഞങ്ങൾക്ക് മിശിഹായൊന്നും വേണ്ട, ഞങ്ങൾ തന്നെ സ്വന്തം ശക്തി കൊണ്ട് പാപത്തിനെ പരിഹരിച്ചോളാം. ആ അർത്ഥത്തിലാണ് ഈശോ പറയുന്നത്, അധ്വാനിക്കുന്നവരെ. എന്തിനു വേണ്ടി അധ്വാനിക്കുന്നവരെ? ഉത്ഭവപാപത്തിൽ നിന്നും മോചനം കിട്ടാൻ വേണ്ടി, നിങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ട് നീതീകരിക്കപ്പെടാൻ വേണ്ടി അധ്വാനിക്കുന്നവരെ. അത് സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് ആ പാപത്തിൻ്റെയും അതിൻ്റെ ശാപത്തിൻ്റെയും ശിക്ഷയുടെയും ഭാരം ചുമക്കുന്നവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ നിങ്ങളുടെ പാപം ഞാൻ ഏറ്റെടുക്കാം, നിങ്ങളുടെ പാപത്തിൻ്റെ ഭാരം ഞാൻ ഏറ്റെടുത്ത് നിങ്ങളെ ആശ്വസിപ്പിക്കാം. എൻ്റെ നുകം, ആ നുകം എന്നത് ഇസ്രായേൽ ജനം 400 സംവത്സരം അടിമത്തത്തിൽ കഴിഞ്ഞപ്പോൾ, അടിമത്തത്തിൻ്റെ കാലഘട്ടത്തിൽ അവരുടെ മേൽത്തുണ്ടായിരുന്ന നുകം, അത് പാപത്തിൻ്റെ നുകമാണ്. ആ നുകം കുരിശിലൂടെ ഞാൻ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ നുകത്തിൽ നിന്നും മോചനം കിട്ടും. കണ്ണുകളടച്ച് ഇതാണ് ഈ കുർബാനയിൽ നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കേണ്ടത്. ആദത്തിനും സന്തതികൾക്കും പറുദീസായിൽ പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂവിലിറങ്ങി മഹിതാത്ഭുതമേ. ആദവും ഹവ്വയും ചെയ്ത പാപത്തിൻ്റെ പരിഹാരമാണ് ഈശോ ചെയ്തതും. ആദവും ഹവ്വയും ചെയ്ത പാപമാണ് ഉത്ഭവ പാപം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ഭൂലോക പാപം നീക്കുന്ന ദൈവത്തിൻ്റെ ചെമ്പരിയാട്ടിൻകുട്ടിയായ ഈശോ തമ്പുരാനെ. എന്താണ് ഈ ഭൂലോക പാപം എന്ന് പറയുന്നത്? ഭൂലോക പാപം, ഭൂമിയിൽ പാപമുണ്ടായത് ആദത്തിൻ്റെ പാപം മൂലമാണ്. ഓക്കെ, നമ്മളിപ്പോൾ വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഭൂലോക പാപം നീക്കിയതിൻ്റെ രഹസ്യവും, ആദവും ഹവ്വയും ഏദെൻ തോട്ടത്തിൽ നിന്ന് പറഞ്ഞു വിട്ടത് അവരെ ശിക്ഷിക്കാനല്ല, അവരെ രക്ഷിക്കുന്നതാണെന്നും ആ രക്ഷയുടെ പൂർണ്ണതയാണ് ഈശോ മിശിഹായിലൂടെ വന്നതെന്നും എല്ലാം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നമുക്ക് കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങാം. ഒന്ന് സ്വതന്ത്രമായി ഒരു 5 മിനിറ്റ്സ്, 5 മിനിറ്റ്, പെട്ടെന്ന് ഒരു 5 മിനിറ്റ് ബ്രേക്ക് ഇട്ടിട്ട് കുർബാന ആരംഭിക്കണം.